അതിരാവിലെ നടക്കാനായിട്ട് മോർണിംഗ് വാക്കിന് ഇറങ്ങിയപ്പോഴേ അപ്പുറത്തെ വീട്ടുകാരുടെ മുരിങ്ങയെല്ലാം നിറച്ച് പൂവ്, കായുമുണ്ട്. പക്ഷേ ഈ പൂവെല്ലാം കൂടെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു കണ്ടപ്പം ഞാൻ ഓർത്തു ഒരു മുരിങ്ങപ്പൂ ഓംലെറ്റ് ഉണ്ടാക്കിയാലോ. പിന്നൊന്നും ആലോചിച്ചില്ല. കയ്യിലുണ്ടായിരുന്ന കാപ്പിയുടെ മകിനകത്തോട്ട് കുറേ പൂവെല്ലാം കൂടെ പറിച്ചതുണ്ട് കുത്തിക്കയറ്റി. മരത്തിൽ നിന്ന് നേരെ പറിച്ചിട്ടതാണ്. പൂവും കായും ഇലയും ചിലപ്പോൾ കുറച്ച് പ്രാണികളൊക്കെ കാണും അതിനകത്ത്. ഇത് വെച്ച് എങ്ങനെ മുരിങ്ങപ്പൂ ഓംലെറ്റ് ഉണ്ടാക്കുന്നതെന്ന് അടുത്ത സീനിൽ കാണിച്ചു തരാം. ഓംലെറ്റ് ഉണ്ടാക്കണമെന്ന മോഹവുമായി ചെന്നുപെട്ടത് ഞാൻ എൻ്റെ അടുക്കളയിൽ. എന്നാൽ കപ്പിലോട്ട് വെള്ളം നിറച്ചങ്ങോട്ട് ഒഴിക്കണം. എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനാണ്. അതെന്താ സംഭവം? രണ്ടൊരു തേനീച്ച തേനടിച്ച് കിറങ്ങിയിരിക്കുകയാണ്. ഓക്കെ, ഇവനെ ഇനി പെറുക്കി അവനെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് തിരിച്ചു വരാം കേട്ടോ. തിരിച്ചു വന്നേച്ച് ഒരു ഉള്ളി എടുത്ത് അങ്ങോട്ട് പാതിക്ക് കൊണ്ട് മുറിച്ച് കഷ്ണമാക്കി അങ്ങോട്ട് ഡൈസ് ചെയ്ത് ചെറിയ ചെറിയ പീസാക്കുക. ഇനി ഇത് സൈഡിലോട്ട് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഒരു കപ്പിലോട്ട് ഒരു 4-5 കോഴിമുട്ട പൊട്ടിച്ചങ്ങോട്ട് ഇടുക. ഉപ്പും മുളകും മിക്സ് ചെയ്ത് അതിനകത്തോട്ട് കഴുകി വെച്ചിരുന്ന് മുരിങ്ങപ്പൂവും ഉള്ളിയും അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ നല്ല നൈസായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി കുറച്ച് നേരം അവിടെ സൈഡിലോട്ട് മാറ്റി വെച്ച് നല്ല ചൂടായ തവയിലോട്ട് അങ്ങോട്ട് ഒഴിച്ചങ്ങോട്ട് കൊടുക്കും. അന്നേരം നല്ല കിശുകിശാന്നൊരു സൗണ്ട് വരും. നല്ലോണം മൊരിഞ്ഞ് കഴിയുമ്പോൾ അതൊന്ന് തിരിച്ചിടുക. ഇപ്പം നല്ലൊരു മണം കൂടെ വരും. ഇനി ഞാൻ തിന്നൊന്നും കാണിക്കുന്നില്ല, നിങ്ങൾ ഉണ്ടാക്കി എൻജോയ് ചെയ്തോളാം. ഓക്കെ, ബൈ. 4 മണിക്ക് ഒരു ചായ, ഒരു വട, വട, ഒരു കാട, വട, ഒരു കാട, ഉച്ചക്ക് ആംപ്ലേറ്റ്, ചോറ്, പെരി ഒക്കെ. 4 മണിക്ക് ഒരു ചായ, ഒരു വട, വട, ഞാനത് ഒരളിയ